തുടർക്കഥ അയാൾക്കും പറയുവാനുണ്ടായിരുന്നു. ഭാഗം 4. രചന അവതരണം കാവേരി ശ്രീനി. തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചവൾ പതുക്കെ തുറന്നു. ഒരിക്കൽ കൂടി നോക്കി. ആകാശ്. അതെ. ഒരിക്കൽ സ്നേഹം നടിച്ച് തന്റെ മുന്നിലേക്ക് വന്നപ്പോൾ പ്രാണൻ പകുത്തു കൊടുത്തവൻ. എന്തിനാകും അയാൾ ഇവിടെ വന്നത്? ഒരുപക്ഷെ ഇവിടുത്തെ അധ്യാപകനോ മറ്റോ ആയിരിക്കുമോ? 11ാം തരത്തിൽ പഠിക്കുന്ന സമയം ഒരിക്കൽ വീട്ടിലേക്കുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഒന്ന് നിൽക്കണേ എന്നുള്ള പിൻവിളിയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്നും ഓടി വരുന്ന ആകാശിനെയാണ് കണ്ടത്. എന്തേ എന്ന ചോദ്യഭാവത്തിൽ താൻ ഇങ്ങനെ നിൽക്കെ അടുത്തു വന്നവൻ ആകെ പരിഭ്രമത്തോടെ ചുറ്റുപാട് നിരീക്ഷിക്കെ തൻ്റെ ഉള്ളിൽ ഒരു അഗ്നിജാലം ഉയർന്നു വരാൻ തുടങ്ങിയെങ്കിലും സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് പറയൂ എന്ന തൻ്റെ ശബ്ദം അവനിലും ഒരു ഞെട്ടലുളവാക്കിയതായി തനിക്ക് തോന്നി. ഒന്നുമില്ല. തൻ്റെ വീട് എവിടെയാണ്? ഇവിടെ അടുത്താണോ? എന്നും നടന്നു പോകുന്നതാ കാണുന്നത്, അതാ ചോദിച്ചേ. ആകാശിന്റെ കുശലാന്വേഷണങ്ങളും തൻ്റെ മറുപടിയും പോകെ പോകെ ദിനചര്യയുടെ ഭാഗമായി മാറിയത് താൻ പോലും അറിയാതെയായിരുന്നു. ആ കാഴ്ചയിലൂടെ, ശബ്ദത്തിലൂടെ, സാമീപ്യത്തിലൂടെ മറ്റാരിലും തോന്നാത്ത ഒരുതരം ആനന്ദം തനിക്ക് ലഭിച്ചിരുന്നത് തിരിച്ചറിയാൻ ആകാശ് പതിവ് പോലെ എത്താതിരുന്ന ആ ദിവസം വേണ്ടി വന്നു. അന്ന് പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞുള്ള ഒറ്റയ്ക്കുള്ള നടത്തത്തിൽ വീടെത്തും വരെ ആ പിൻവിളിക്കായി താൻ കാതോർത്തിരുന്നു. പിറ്റേ ദിവസം അവനെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ ഓടി ഓടിയാണ് സ്കൂളിലെത്തിയത്. സ്കൂൾ കവാടത്തിൽ അവൻ തന്നെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. പരിസരബോധം നഷ്ടപ്പെട്ടവളെ പോലെ താൻ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ എവിടെയായിരുന്നു ഇന്നലെ എന്ന് ഉറക്കെ ചോദിക്കെ തൊട്ടുപുറകിലൂടെ വന്ന ക്ലാസ് ടീച്ചർ തൻ്റെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു. അവന്റെ നിസ്സഹായതയുടെ നോട്ടം മാത്രമായിരുന്നു അപ്പോൾ തൻ്റെ മനസ്സിൽ. സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയ തന്നെ ടീച്ചർ ഒരുപാട് ഉപദേശിച്ചു. പ്രണയം നടിച്ചു പെൺകുട്ടികളെ വശത്താക്കുന്നത് ഹോബിയായി കൊണ്ടു നടക്കുന്ന ആകാശിനെ തൻ്റെ മനസ്സിൽ നിന്നും തൂത്തെറിയാൻ ടീച്ചർ കഴിവതും പരിശ്രമിച്ചു. പ്രണയത്തിന് കണ്ണും മൂക്കുമില്ലെന്ന് പറയും പോലെ ആ 16-കാരി അവളുടെ ആകാശ് തന്നെയെന്നു മനസ്സിന്റെ ഉള്ളറകളിൽ ചേർത്ത് വെച്ചു കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ആകാശിന്റെ മുഖത്തെ തിളക്കം നഷ്ടപ്പെട്ടതായി തനിക്ക് തോന്നി. അവന്റെ കയ്യിൽ താൻ ഇറുകെ പിടിക്കെ നീ എൻ്റെ പ്രാണനാണ് പെണ്ണെ എന്നവൻ ചെവിയിൽ പറഞ്ഞ നിമിഷം ഊരിത്തരിച്ചു പോയിരുന്നു താൻ. പക്ഷെ തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും വേണ്ടുവോളം ഉള്ളതിനാലാകണം ദൈവം ആ കാഴ്ച നേരിട്ട് തനിക്ക് കാട്ടിത്തന്നത്.